അസ്സലാമലൈക്കും, വെൽക്കം ടു ഹോംലീഷ്യസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. അപ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, കുക്ക് ചെയ്യാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇളനീർ പുഡിങ്ങിനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി 3.5 കപ്പ് ചിരകിയ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് പശുവിൻ പാൽ ചേർത്താണ് ഇത് നമ്മൾക്ക് തേങ്ങാപ്പാൽ എടുക്കേണ്ടത്. കാരണം നമ്മൾ കുക്ക് ചെയ്യാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് സാധാ വെള്ളം ചേർത്ത് തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ട് വെള്ളമായി പോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിൽ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് ഫ്രഷ് ക്രീം, 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്. ഇപ്പം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ബ്ലെൻഡ് ചെയ്ത മിക്സ് നമ്മൾക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ജെലാറ്റിനാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1.5 പാക്കറ്റ് ജെലാറ്റിൻ, അതായത് ഒരു 15 ഗ്രാം ജെലാറ്റിൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇത് നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കോക്കനട്ട് മിൽക്ക് മിക്സിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾക്കിത് പുഡിംഗ് ട്രേയിലോട്ട് മാറ്റാം. ഇനി ഇതൊരു റെഫ്രിജറേറ്ററിൽ ഒരു 4 മണിക്കൂറെങ്കിലും സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. ഇപ്പം ഇത് നമ്മൾ അടിപൊളി കോക്കനട്ട് മിൽക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.